നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം എന്നാണ് ലഭിക്കുക? അതുപോലെ തന്നെ ബാങ്കിൽ പെൻഷൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതിനുമുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകൾ, 40 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പാണ്. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് ഒരു ഫോൺ വന്നിരുന്നു, ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബാങ്കിൽ നിന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ OTPയോ മറ്റ് ബാലൻസോ മറ്റോ ഒന്ന് ചോദിച്ചാണ് നേരിട്ട് കോൾ ചെയ്യുകയില്ല. അതില്ലെങ്കിൽ ബാങ്കിന് ഒരിക്കലും നമ്മുടെ ഫോൺ മുഖേന നമ്മുടെ OTPയോ അതില്ലെങ്കിൽ കാർഡിൻ്റെ വാലിഡിറ്റിയോ കാർഡിൻ്റെ നമ്പറോ ആവശ്യവുമില്ല. ഒരു ബാങ്കും നമ്മുടെ ഫോൺ മുഖേന OTP അല്ലെങ്കിൽ ബാങ്കിൻ്റെ കാർഡ് നമ്പർ, ബാങ്കിൻ്റെ പിൻ നമ്പർ ഒന്നും ചോദിക്കുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ അതാത് ബാങ്കിൽ പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഫോൺ മുഖേന നമ്മൾ ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ ATM കാർഡ് പുതുക്കുക, ATM കാർഡ് പിൻ നമ്പർ മാറ്റുക, കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അതാത് വെബ്സൈറ്റ് വഴി, ഒറിജിനൽ വെബ്സൈറ്റ് വഴി ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഫോൺ മുഖേന നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോൺ വിളി മുഖേന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ബാങ്ക് ആവശ്യപ്പെടുകയില്ല. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു കോൾ വന്നിരുന്നു. നിങ്ങളുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ബാങ്കിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫ്രീസിംഗ് മോഡിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് പണം ലഭിക്കാത്തതെന്നാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചത്. പിന്നീട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ഫോണിലേക്ക് ഒരു OTP വരുമെന്ന് പറഞ്ഞ് ആ OTP അവർക്ക് നൽകുന്നതോടുകൂടി തന്നെ അവരുടെ ബാങ്കിലുള്ള മുഴുവൻ പണവും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാ ബാങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 2 മാസത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ കോളുകൾ വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നിർബന്ധമായിട്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ. നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിട്ടില്ല. ഈ മാസം 19-ാം തീയതിയാണ് ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അതിന് മുമ്പ് ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ബജറ്റിലായിരിക്കും സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ സമയത്ത് നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. വെള്ള, നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ടാണ് അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്നത്. അവരുടെ കാര്യത്തിലും ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നതുവരെയോ അതല്ലെങ്കിൽ ബജറ്റ് വരെയോ നമ്മൾ കാത്തിരിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സമയങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.